ആ പൈപ്പിൽ നിന്ന് വെള്ളം ഇപ്പം ചാടി. ഓർമ്മയില്ലാണ്ട് എപ്പോഴും തിരിപ്പിക്കും കേട്ടോ. ടാങ്കി നമ്മൾ വലിയ ഇരുമ്പിന്റെ കാലിന്റെ മുകളിലൊക്കെ കെട്ടി വെച്ചേക്കായിരുന്നു. അത് തുരുമ്പ് പിടിച്ച് 1000 ലിറ്ററിന്റെ ടാങ്കിയും ഒക്കെ കൂടി കെട്ടി മറിഞ്ഞു. അപ്പോൾ ഉള്ള പണി എന്താന്ന് വെച്ചാൽ വെള്ളം പുറത്തുനിന്ന് നോക്കി കൊണ്ടുവരിക, ഇവിടെ വെച്ച പാത്രം കഴുകുക. പക്ഷെ ഓർമ്മയില്ലാണ്ട് ഇവിടെ ആയാലും കുളിക്കാനായാലും ബാത്റൂമിൽ പോകുമ്പോഴായാലും എല്ലായിടത്തും പോയിട്ട് ടാപ്പ് തുറക്കും. അപ്പം അങ്ങനെ ഒരു അബദ്ധം നമുക്ക് പറ്റിയൊരു നഷ്ടം. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. സവോള ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. സബോള ഒന്ന് വാടി വന്നിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറിയിട്ട് ഒന്ന് വേവുന്ന വരെ വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായിട്ടൊന്ന് തക്കാളി സബോളൊക്കെ വെന്ത് വരട്ടെ. തക്കാളിയൊക്കെ ഒന്ന് തക്കാളി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കണം, വേഗമാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ പാചകത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനം, വേപ്പിൻ്റെ ഇല. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒക്കെ വാടി വന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചക്ക ചില്ലി ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ആട്ടോ, വറുക്കാത്തതാണ്. ഇതിൽ ഞാൻ കോളിഫ്ലവറല്ല കോൺഫ്ലവർ, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, മുളകും പൊടി, അതുപോലെ എല്ലാ വക മസാലയും ചേർത്തിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ചക്ക ചില്ലി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യണ മാതിരി ഈ ചക്കേനെ നമ്മൾ ഫ്രൈ ചെയ്യണം. ചക്ക എന്ന് പറഞ്ഞാൽ ഇടിച്ചക്ക കേട്ടോ. അപ്പം ഇത് ശരിയാക്കാം. അപ്പം നമ്മൾ ഈ റോസ്റ്റിലേക്ക് പച്ചവെള്ളം ചേർക്കുന്നതിന് പകരം 1 ഗ്ലാസ് വെള്ളം ചൂടാക്കിയിട്ട് ചേർക്കാം. ഇത് നന്നായി തിളക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പുണ്ട്. നമുക്കിനി ഈ ചക്ക ചില്ലി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത് ഈ ചക്കയിലേക്ക് ഈ സബോളയുടെയും ചിക്കൻ മസാലയുടെയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഇത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് ഏകദേശം വെള്ളമൊക്കെ വറ്റി റെഡിയായി വരുന്നുണ്ട്.
കൂന്തൽ റോസ്റ്റ് ചെയ്ത മാതിരി ഒരു കാഴ്ചക്ക്. ഒന്നും കൂടി ഒന്ന് വറ്റി വരണം. അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇത് ചോറിൻ്റെ കൂടെ തിന്നണേക്കാളും ടേസ്റ്റ് വരിക ചപ്പാത്തി, പൊറോട്ട, അതുപോലെ പത്തിരി അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല മണം എടുക്കുന്നുണ്ട്, കൂന്തൽ റോസ്റ്റിൻ്റെ മണം എടുക്കുന്നു. അപ്പം നമ്മുടെ ഇടിച്ചക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ചോറിനേക്കാളും. നമ്മുടെ സ്പെഷ്യല് വിളമ്പാം. എന്താവുന്നൊന്നും ഒരു കഴിച്ചാൽ അറിയുള്ളൂ കേട്ടോ. കഴിച്ചോ? ചോറ് കേട്ടോ. ചൂടുണ്ട് ചൂടുണ്ട്. കണ്ണുകുട്ടി കൈ പൊള്ളിയാ? നല്ല ചൂടുണ്ട്. അടുപ്പത്ത് നിർത്തോണ്ടല്ലേ കഴിച്ചോക്ക്. മന്ദള കറി ഉണ്ട് കേട്ടോ. കഴിക്കാൻ രസമുണ്ടാ? അവിടെ ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ടല്ലേ? ചിക്കൻ മസാലയുടെ ഇതുണ്ട്. മീൻകറി വേണ്ടേ? മീൻകറി വേണം. ഇതുള്ള ചക്ക ചിക്കൻ വെച്ച മാതിരി വെച്ച കാരണം ഒന്ന് മീൻകറി വേണ്ട. ഇതിനത്ര കിടിലൻ ടേസ്റ്റ്.